ചെറുപുഴ ഗ്രാമീണ വായനശാലയുടെ വാർഷിക പൊതുയോഗം വായനശാല ഹാളിൽ നടന്നു. This news is brought to you by ജുജു ഗോൾഡൻ ഡയമണ്ട്സ്, സെൻട്രൽ ബസാർ, പയ്യന്നൂർ. ചെറുപുഴ ഗ്രാമീണ വായനശാലയുടെ വാർഷിക പൊതുയോഗം വായനശാല ഹാളിൽ നടന്നു. വായനശാല സെക്രട്ടറി കെ ദാമോദരൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന A+ ഗ്രേഡിലുള്ള വായനശാലകളിൽ ഒന്നാണ് നമ്മുടെ. ഒരു വർഷം 54 പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിൽ മാത്രമേ A+ നിലനിർത്താൻ സാധിക്കൂ. വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ വേണം നടത്താൻ. അതിനുള്ള ഉദ്ദേശമുണ്ട്. അപ്പോൾ ആഴ്ചയ്ക്ക് ശരാശരി ഒരു പരിപാടിയിൽ നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ അംഗീകാരം നിലനിർത്താൻ സാധിക്കൂ. നമ്മൾ ഇവിടെ രൂപീകരിച്ചിട്ടുള്ള കുട്ടികളുടെ വിഭാഗം, അതായത് ബാലവിഭാഗം, വനിതാ വിഭാഗം, വയോജന വിഭാഗം, കായിക വിഭാഗം, സാഹിത്യ സാംസ്കാരിക വിഭാഗം തുടങ്ങിയ ഉപഘടകങ്ങളിലൂടെ നമ്മുടെ പരിപാടികൾ ഈ എണ്ണം കഴിക്കുന്നതിനും കുറേ കൂടെ അധികം സംഘടിപ്പിക്കുന്നതിന് നമുക്ക് കഴിയും. നമ്മുടെ ഈ വെക്കേഷൻ കാലത്ത് 2 മാസക്കാലം വായന കളരി എന്നൊരു പരിപാടി സംസ്ഥാന തലത്തിൽ തന്നെ നടത്തണമെന്ന് ചിന്തശാല കൗൺസിലും വിദ്യാഭ്യാസ വകുപ്പും തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വായനശാലയിൽ വായന കളരി നടത്തി. പ്രസിഡന്റ് വി കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വായനശാലകൾക്ക് കൂടി മാതൃകയാണ് എന്ന് വിലയിരുത്തിക്കൊണ്ടുള്ള അവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ ഗ്രേഡ് നിലനിർത്തുന്നത്. ആ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് നമ്മൾ. അപ്പോ റെക്കോർഡിക്കലായിട്ട് നമ്മൾ നല്ല രീതിയിൽ നടത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മപരിശോധന നടത്തുമ്പോൾ നമ്മൾ ആ വിചാരിച്ച അത്ര പരിപാടികളിൽ വേണ്ടത്ര വിജയം നേടുന്നില്ല എന്ന ഒരു ചെറിയൊരു തോന്നൽ എനിക്കുണ്ടായിട്ടുണ്ട്. കാരണം നമ്മുടെ പരിപാടികൾ ആവിഷ്കരിക്കുമ്പോൾ പരിപാടികളുണ്ട്, നമുക്കും നമ്മുടെ വായനശാലകളും നമ്മുടെ വായനശാലകൾ ചുറ്റുപാടുമുള്ള ചെറിയ കുട്ടികൾ മുതൽ വലിയ വയോജനങ്ങൾ വരെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകണം എന്ന ഉദ്ദേശത്തോട് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. പിന്നെ അതൊന്നും ഫലപ്രദമാവുന്നില്ലയോ എന്ന് എനിക്കൊരു സംശയം. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ആദിവാസി ചികിത്സാ ക്യാമ്പ്, അത് പുതിയൊരു വിഷയമായതുകൊണ്ടാണ് ആദിവാസികളുടെ ഒരു ചികിത്സാ രീതി പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. പൊതുയോഗം വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തു. വായനശാല മെമ്പർമാർ പങ്കെടുത്തു. എന്റെ മകൻ അഭിക്ക് ദിവ്യയെ ഇഷ്ടമാണ്, ദിവ്യക്ക് അഭിയെയും. അപ്പൊ എങ്ങനെയാ, അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ. വിഷമായോ? എന്ത് വിഷമം? അവളുടെ സ്വപ്നം നടക്കട്ടെ. അച്ഛാ, കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങാൻ. അഫ്സലേ, നമ്മുടെ തെക്കപ്പറമ്പ് നോക്കാൻ വന്ന നാസറിന്റെ മോനില്ലേ, അവനോട് നാളെ തന്നെ വരാൻ പറ. രാവിലെ തന്നെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയല്ലേ. മോളുടെ സ്വപ്നങ്ങൾ നടക്കട്ടെ. അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് മുകളിലല്ല ഒരിക്കലും എന്റെ സ്വപ്നങ്ങൾ. IAS. പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ. ജുജു ഗോൾഡൻ ഡയമണ്ട്സ്, സെൻട്രൽ ബസാർ, പയ്യന്നൂർ.